ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പം അവിടെ പഠിച്ച നല്ല ബിരുദന്മാരുണ്ടാവല്ലോ, അവരാണെങ്കിൽ ഈ മോട്ടർ ഒന്ന് ചെരിച്ചു വെക്കും, കാണിക്കത്തില്ല. ഞാൻ പഠിച്ചാലോ അങ്ങനെയൊക്കെ. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പൈസയൊന്നും ഇല്ലാതെ ഇൻറ്റേൺഷിപ്പും പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ പല രീതിയിൽ നമ്മൾ സ്വയം ഇരുന്ന് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ടും നമുക്ക് പൈസ കിട്ടുന്നില്ല. അന്ന് പിന്നെ അവസാനം ഞാനൊരു ഫ്ലെക്സ് കടയിലൊക്കെ കയറി 50 രൂപയ്ക്കൊക്കെ. പക്ഷെ അവിടെ പിന്നെ വൻ തിരക്കായിരുന്നു. കാരണം ഞാൻ കിട്ടുക മറ്റേ ഭഗവതി ക്ഷേത്രം ഉത്സവം മറ്റേ ഫുൾ കഴിവ് ഞാൻ എടുത്ത് നമുക്ക് എനിക്ക് ഒരു വലിയൊരു ഭാഗ്യം വെച്ചാൽ ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാടിരുന്ന് പുസ്തകങ്ങൾ വായിക്കുകയും ഈ ഡിസൈൻസിൻ്റെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ എടുത്തെടുത്ത് അപ്പം പുറത്തെട്ടിച്ചിരിക്കുന്ന പിന്നെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായത്, എന്തുകൊണ്ട് ഇനി ഞാൻ ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ, കാരണം ഞാൻ അത്രയും എക്സ്പീരിയൻസ് ആയി, ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടൊരു ജോലി നേരെ അങ്ങ് ചെന്ന് കയറി ജോലി ചെയ്യാം. എന്നെപ്പോലെ ഒരു 3-4 വർഷം വെറുതെ കളയണ്ട. ഒരു 10 മാസത്തെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പണ്ടാണെങ്കിൽ ചുമർ ചിത്രങ്ങളായിരുന്നു അല്ലേ പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾ. പിന്നീടാണ് പെട്ടെന്ന് ഫ്ലെക്സ് വന്നു. ഫ്ലെക്സ് പിന്നെ ഫോട്ടോഷോപ്പ് ഒക്കെ വരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു ഇവരെ ജോലി പോകുന്നു. അവരെ ജോലി പോവില്ല. ഇവരെന്നെ അത് പഠിച്ചിരുന്നെങ്കിൽ ഇവർ ഒന്നുകൂടെ അപ്ഡേറ്റഡ് ആയേനെ. കാരണം അവർക്ക് ആ സെൻസ് ഉണ്ട്, എന്ത് ഡിസൈൻ. അപ്പോൾ അതിലേക്ക് അവർക്ക് കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം AI വരുന്നു. AI എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാനാണ്. നമുക്ക് ശരിക്കും ഇപ്പോൾ AI വരുമ്പോൾ എല്ലാവരും AI പേടിക്കണമെന്നാണ്. ശരിക്കും AI പേടിക്കേണ്ട ആവശ്യമുണ്ടോ? AI പേടിക്കലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ AI പരിപാടികൾ അങ്ങനെ ഇപ്പോൾ പോസ്റ്റർ ഡിസൈനിങ് തന്നെ AIയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ പേടിയുണ്ടോ, അതോ അത് കുറച്ചുകൂടെ നമ്മളെ സഹായിക്കുകയാണോ ചെയ്യും? എന്നെ സമയത്തുള്ള ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല സിനിമയുടെ സ്റ്റിൽസ് എല്ലാം നമുക്ക് കിട്ടാറില്ല. പലപ്പോഴും നല്ല സ്റ്റില്ലുകൾ കിട്ടും. ഇപ്പോൾ വള എന്ന് പറയുന്നൊരു സിനിമയുടെ ഞങ്ങൾ AIയിൽ ഫോട്ടോഷൂട്ട് ചെയ്തു. അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, ഒരുപാട് കാര്യങ്ങൾ. എന്താ വെച്ചാൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഭംഗിയും കൂടി വരികയാണ്. AI വന്നതോടുകൂടെ നമുക്ക് കുറച്ചും കൂടെ സമയലാഭം കിട്ടി. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ AI ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മോഷൻ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് AI ഭയങ്കര സപ്പോർട്ടീവാണ്. ഏതൊരു സ്ഥാപനത്തിനും ഇപ്പം നിനക്കായിക്കോട്ടെ എന്തായാലും ഒരു ഡിസൈനർ വേണ്ടേ? അതെ, വേണം, ഉറപ്പല്ലേ. ഇപ്പം നീ ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്തിട്ടാണെങ്കിലും എന്തിപ്പോൾ നീ ഇതിപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുക, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇതിൻ്റെ തമ്പനയിൽ നോക്കിയിട്ടായിരിക്കും ആളുകൾ ഈ വീഡിയോ, അത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എങ്ങനെ ഉണ്ടാക്കാം. അതെ, അത്തരം കാര്യങ്ങൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ ബേസാന്ന് പറഞ്ഞാൽ. അതെ, പിന്നെ ഡിസൈനിങ്ങിലേക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാൾ ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ട് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം വെച്ചാൽ അവരിവിടെ തന്നെ ജോലിക്ക് എടുക്കുക എന്നുള്ളതാണ്.